ഗൗരി ഗൗരി ഇതെന്തിനാ നീ എടുക്കുന്നേ? നമുക്ക് ഇത് വെച്ച് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഹായ്, നല്ല പാട്ട് കേൾക്കുന്നത്. Wake up, wake up. Okay, ബ്രെഡ് മൊരിച്ചു. വൗ, നമുക്ക് ബ്രെഡ് കഴിക്കാം. ഞ്ഞം 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 ഞ്ഞം. ഡിങ് ഡിങ് ഡിങ്. നല്ല രസം. ഞാൻ നശിപ്പിക്കോ? ഓക്കേ. ഓ, ഇത് വെക്കുമ്പോ യെല്ലോ എന്ന് പറയുന്നുണ്ടാ? ഇത് ഉണ്ടെങ്കിൽ ഒരു കുറെ ഷേപ്സ്. ഹായ്, ഇത് നമുക്ക് വെച്ച് ഗെയിം കളിച്ചാലോ? അത് കളിക്കാം. 1 2 3 ഉണ്ട്. 1 2 3 4 മുതൽ 20 വരെ ഉണ്ട്. ഗൗരി, നമുക്ക് കളിക്കാം. കളിക്കാം. അപ്പൊ നമ്മൾ എന്ത് കളി കളിക്കാം? നമുക്ക് നമ്മുടെ ചോയ്സ് എല്ലാം നോക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കളിക്കാം. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ ന്യൂഡിൽസ്, മിനിയേച്ചർ ന്യൂഡിൽസ്, പിന്നെ മിനിയേച്ചർ ഗ്ലാസ് ഇവിടെ വെക്കാം ശിവ, എന്നിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ മിനിയേച്ചർ പ്ലേറ്റ്, നമുക്ക് അരിയും കൂട്ടാനും കളിക്കാം. ഓക്കെ ഗൗരി, ഇത് നമ്മുടെ മിനിയേച്ചർ കേക്ക്, പിന്നെ നമ്മുടെ മിനിയേച്ചർ, ഇത് നമ്മുടെ പപ്പിക്കുട്ടിയുടെ ഫുഡ്, മിനിയേച്ചർ ഫുഡ്. പിന്നെ എന്താ ഉള്ളത്? മിനിയേച്ചർ ബനാന. യെസ്, മിനിയേച്ചർ ബനാന. മിനിയേച്ചർ ഗ്ലാസ്, മിനിയേച്ചർ ഗ്ലാസ് ഇവിടെ വെക്കാം. പിന്നെ നമുക്കൊരു മിനിയേച്ചർ ബാഗ്, പിന്നെ ഉണ്ട് നമ്മുടെ പുഡിങ്ങിന്റെ ഗ്ലാസ് ഉണ്ട്, പിന്നെ നമ്മുടെ ജ്യൂസ് ഒഴിക്കുന്ന മിനിയേച്ചർ ഗ്ലാസ് ഉണ്ട്, പിന്നെ ഉണ്ട് റെഡ് ഗ്ലാസ് ഉണ്ട് നമ്മുടെ കയ്യില്. പിന്നെ എന്താ ഉള്ളത്? കോക്കനട്ട്, നമ്മൾ ഉണ്ടാക്കിയ മിനിയേച്ചർ കോക്കനട്ട് നമുക്ക് ഇവിടെ വെക്കാം ഗൗരി. പിന്നെ നമുക്ക് ഗ്ലാസ്, വീണ്ടും ഗ്ലാസ് ഉണ്ട്, മിനിയേച്ചർ ഗ്ലാസ്, മിനിയേച്ചർ ഗ്ലാസ്. ഇത് എത്ര ഗ്ലാസ് ആയി? കുറെ ഉണ്ടല്ലോ. നമുക്ക് കളിക്കാം ഇത്രയും വെച്ച്. ശിവ, നമുക്ക് അതിനെ എടുത്തില്ലല്ലോ ഒന്നും. ഇത് വേണോ ഗൗരി? വേണ്ട വേണ്ട. മിൽക്ക് ബോട്ടിൽ, മിനിയേച്ചർ മാസ്ക്, അതൊന്നും വേണ്ട ഗൗരി. ഓക്കേ. ഗൗരി, ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കോക്രോച്ച് ആണ്. ഇതാ ഞാൻ ഇവിടെ വെക്കാം. കണ്ട, അത് ഓടാത്തത് കണ്ട, നമ്മളെ കടിക്കൂല. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. കുറേ ഉണ്ട്. 2 3. ഇത് കണ്ടിട്ട് പേടിയാവുന്നു. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടല്ലേ? കണ്ടിട്ട് ഒറിജിനലിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയുണ്ട്, 5 എണ്ണം ഉണ്ട് കണ്ടിട്ട് ഒറിജിനലില്. നമുക്ക് എല്ലാരും പോയി പേടിപ്പിച്ചാലോ? നമുക്കിപ്പൊ ഗെയിം കളിക്കാം, എന്നിട്ട് നമുക്ക് പേടിപ്പിക്കാം. ഓക്കെ. ഇതെന്തുവാ? ഐസ്ക്രീം, മിനിയേച്ചർ ഐസ്ക്രീം നമുക്ക് കളിക്കണ്ടേ? പിന്നെന്താ ഉള്ളത്? ഇതെന്താ? ബട്ടർ, മിനിയേച്ചർ ബട്ടർ. നമുക്ക് ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ബട്ടർ. ഇത് നമ്മുടെ മിനിയേച്ചർ ഫോൺ. ഓക്കെ, നമ്മുടെ മിനിയേച്ചർ ഫോൺ ഇവിടെ വെക്കാം. ഇത് നമ്മുടെ ഡോക്ടറിന്റെ സ്റ്റെതസ്കോപ്പ്, മിനിയേച്ചർ സ്റ്റെതസ്കോപ്പ് നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് ലാസ്റ്റ് നമുക്ക് ഗെയിം കളിക്കാം. ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഷാംപൂ. ഓക്കെ. പിന്നെ വീണ്ടും നമുക്കൊരു മിനിയേച്ചർ ഗ്ലാസ് കിട്ടി. നല്ല ഗ്രേപ്സിന്റെ ഒക്കെ ഫോട്ടോ ഉള്ള അടിപൊളി ഒരു മിനിയേച്ചർ ഗ്ലാസ് ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് മിനിയേച്ചർ പ്ലേറ്റ് ഉണ്ട്, നല്ല ഹാർട്ട് ഷേപ്പില. 1 2 2 പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ മിനിയേച്ചറിന്റെ രസഗുള. അത് നമുക്ക് ഇവിടെ വെക്കാം. രസഗുള. ഇത്രയും സാധനം ഇപ്പൊ തന്നെ ഒത്തിരി ആയില്ലേ ഗൗരി? അതെ. ഇതെന്താ? മിനിയേച്ചർ ഫിഷ്. നോക്കട്ടെ നോക്കട്ടെ. ഹായ്, സൂപ്പർ ഫിഷ്. നല്ല രസമുണ്ട് ഫിഷിനെ കാണാനായിട്ട്. ഫിഷ് നമുക്ക് ഇവിടെ വെക്കാം. ഇത് കണ്ടോ? ഇതാണ് മിനിയേച്ചർ സ്റ്റൂൾ. മിനിയേച്ചർ സ്റ്റൂളോ? ഇതെങ്ങനെ വെക്കാം? ആദ്യം നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം കണ്ടോ, ഇതിന്റെ ടോപ്പർ എടുത്തിട്ട് നമുക്കിങ്ങനെ ടോപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. അയ്യോ, ഇങ്ങനെയല്ലേ? ഇതെന്തെങ്കിലും വരാത്തെ? ഓ, ഇത് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ശിവ. അതായത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താലേ അത് അവിടെ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കൂല. ഓ, ഇവിടെ ഇങ്ങനെ അമുക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം മനസ്സിലായി. കണ്ടോ? നല്ല ക്യൂട്ട് ആയിട്ടില്ലേ നമ്മുടെ മിനിയേച്ചർ സ്റ്റൂള്? യെസ്, ഇപ്പൊ നല്ല രസമുണ്ട്. ഇതാണ് ഒരെണ്ണം കൂടെ ഉണ്ട് ഗൗരി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതും പിന്നെന്തേ? ഓ, അടുത്തത് പർപ്പിൾ കളറിലുള്ളതാ. ഇത്
ഓക്കെ, നമ്മൾ സ്റ്റൂൾ സെറ്റ് ചെയ്ത്. ഇതെന്താണെന്നറിയാവോ ഗൗരി? ഇത് നമ്മുടെ ചൂണ്ട, മീൻ പിടിക്കുന്ന. അതെ, ചൂണ്ട. അതെ, നോക്കിക്കേ, ഇവിടെ നമ്മൾ കൊളുത്തിയിട്ടിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്കി കറക്കി കൊടുക്കും, അപ്പം നമുക്ക് മീൻ പിടിക്കാം. ഇതാണ് നമ്മുടെ ടേബിൾ ലൈറ്റ്. വാവ്, അത് കൊള്ളാം കേട്ടോ, സൂപ്പർ. ടേബിൾ ലൈറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം, ചരിഞ്ഞു പോണ്. ഇതാണ് നമ്മുടെ പാലിന്റെ ബോട്ടിൽ ഇവിടെ വെക്കാം. ഇത് വീണ്ടുണ്ട്, ഇത് നല്ല പ്രിന്റ് ഒക്കെയുള്ള പാല്. ഇത് നല്ല രസമുണ്ട്. അതിനേക്കായി നല്ലത് ഇവിടെ കുഞ്ഞായിട്ട് ഫ്രഷ് മിൽക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൗരി. ശരിയാണല്ലോ, അവിടെ വെക്കാം. നമ്മുടെ കയ്യിൽ മിനിയേച്ചർ നല്ല അടിപൊളി കോമ്പുണ്ട്. എൻ്റെ ഹെയർ ഒക്കെ ഇങ്ങനെ കോമ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ദേ ഇത് ബിസ്ക്കറ്റിൻ്റെത്, ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യുന്ന സാധനം. പിന്നെ നമ്മൾ ഓംപ്ലേറ്റ്, നമ്മുടെ പാനിലെ ഓംപ്ലേറ്റ്, ഹാർട്ട് ഷേപ്പിലെ ഓംപ്ലേറ്റ്. പിന്നെ നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടല്ലോ. ഹൈ, നല്ല കുഞ്ഞു ബ്രഷ് അല്ലേ ശിവ? അതെ അതെ, ബ്ലൂ ബ്രഷ്, കുഞ്ഞ്, നമ്മുടെ വിരലിൻ്റെ അത്രയും പോലും ഇല്ലാത്ത കുഞ്ഞ് ബ്രഷുകൾ. അതെ, പിങ്ക്, ലൈറ്റ് പിങ്ക്, വീണ്ടും ഒരു പിങ്ക്. ദേ അടിപൊളി കുഞ്ഞ് ബ്രഷ്. ദേ സൂക്ഷിച്ച് നോക്കേ, നല്ല രസമുണ്ട്. ഇത്രയും ചെറുത്, നമ്മുടെ വിരലിനേക്കാൾ എന്ത് ചെറുതായത്. ഹായ്, ക്യൂട്ടല്ലേ? അതെ. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ഫോണുകളുണ്ട്. കുറേ ഫോൺ ഞാൻ കാണിച്ചു തരാം. അതേ ഒരു ഫോണ് 1, പിന്നെ വേറെ കുറച്ചും കൂടെ വലിപ്പമുള്ള 2, 3, 4, 5, 6. ഇത് ലാപ്ടോപ്പ് അല്ല, ടാബ്. ഓ, എന്തൊരു ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഈ ഒരു ഊത്തുണ്ട്, യെല്ലോ കളറ്, നല്ല രസമുണ്ട് ശിവ. പിന്നെ നമ്മുടെ കയ്യിൽ പിങ്ക് കേക്ക് ഉണ്ട്. സൂപ്പർ അല്ലേ? കൊതിയാവുന്നു കണ്ടിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് പ്ലേറ്റ് ഉണ്ട്. 1, 2, 3, 4. സൂപ്പർ പ്ലേറ്റ്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതേ കുഞ്ഞൊരു ചെടിച്ചട്ടി ഉണ്ട്. പിന്നെ നമുക്കിത് എഗ്ഗ് ഉണ്ട്, കുഞ്ഞ് മിനിയേച്ചർ എഗ്ഗ്. പിന്നെ ഷാംപൂ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞ് ഡെസ്ക് ഉണ്ട്, ബെഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് ബുക്സ് ഉണ്ട്. കുഞ്ഞ് ബുക്സ് എന്ന് വെച്ചാൽ കുഞ്ഞ് സ്മോൾ ബുക്സ്. പിന്നെ നമ്മുടെ കയ്യിൽ നൂഡിൽസ് ഉണ്ട്, കുഞ്ഞ് നൂഡിൽസ്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുക, അത്രയും കുഞ്ഞ് നൂഡിൽസ്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് ഫ്ലവർ പോട്ട് ഉണ്ട്. അത് നമ്മുടെ കൈയുടെ അത്രയേ ഉള്ളൂ, കുഞ്ഞ്, നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് റിമോട്ട് ഉണ്ട്. നമ്മൾ നോർമലി വലിയ റിമോട്ട് അല്ലേ കാണുന്ന? അതേ ഗൗരി, കുഞ്ഞ് റിമോട്ട്. റിമോട്ട് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഗ്രീൻ ആപ്പിൾ ഉണ്ട്, കുഞ്ഞ് ഗ്രീൻ ആപ്പിൾ. പിന്നെ കുഞ്ഞ് കരിക്ക്. നമ്മുടെ കയ്യിൽ കുഞ്ഞ് ബ്രഷ് ഉണ്ട്, ബാത്റൂമൊക്കെ ഇങ്ങനെ കഴുകുന്ന ബ്രഷ്. നല്ല രസമുണ്ട്, കുഞ്ഞ് ബ്രഷ് അല്ലേ? അതെ. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് ഷൂസ് ഉണ്ട്. 1, 2. നല്ല രസമുള്ള ഷൂ അല്ലേ? അതെ, നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ഷൂ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് ഫ്ലവർ പോട്ട് ഉണ്ട്. ഓ സൂപ്പർ, നമ്മുടെ കളക്ഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഷോക്ക് ആവുന്നു ഗൗരി, എനിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞ് കണ്ണാടികളുണ്ട്. കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടെ വിരലിന്റെ അത്രയും ചെറുത്. 1, 2. ഇത് നല്ല രസമായിട്ടില്ലേ? അതെ, ഇത് നല്ല രസമുള്ള കണ്ണാടി. 2. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള വേറൊരു കണ്ണാടി. 3. കുഞ്ഞ് കണ്ണാടി. ഇത് നമ്മുടെ കൈ വെക്കുകയാണെങ്കിൽ അത്രയും കുഞ്ഞാണ് ഈ കണ്ണാടി. ഗൗരി, ഈ പെട്ടിക്കകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. മാജിക്. ഇതെന്ത് സാധനമാ? ഇതൊരു മാജിക് കിറ്റ് ആണ്. ഇതിന് ശരിക്കും ക്യാരറ്റ് ആണല്ലോ. ഇത് ക്യാരറ്റ് അല്ല, ഇത് എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ശരിക്കും ഷോക്ക് ആവും. ലെറ്റ്സ് ഓപ്പൺ. ഓക്കേ. എനിക്കുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ വലിച്ചെടുക്കണം. ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, നമുക്ക് അത് സ്റ്റിക്കർ വെക്കാം. ഇതിനകത്തൊന്നും
കത്രിക എടുത്ത് നമുക്ക് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്യാം. സോറി ഗൗരി, സത്യം ഞാൻ വെള്ള പേപ്പർ ആണെന്നാ വിചാരിച്ചത്. എന്റെ ഡയറി എടുക്ക്. ഇനി നീ നോക്കണ്ട എന്റെ ഡയറി. എന്റെ കത്രിക എന്താ ഇതിന്റെ ഉള്ളിൽ വെക്ക്. ചുമ്മാ കുട്ടികൾ കളിക്കുന്ന സാധനമാണ് കത്രിക. കത്രിക. പിന്നെന്താ ഉള്ളത്? ഹായ്, ഇതെന്ത് സാധന? ഇതെന്തുവാ? ഇതെനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെന്ത് സാധനമാ? ഇനി ഇത് എറേസർ ആയിരിക്കോ? നമുക്ക് ഇങ്ങനെ എറേസ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വെക്കാം. നമുക്ക് ഇതിനകത്ത് വേറെ അതുപോലെ ഇനിയുണ്ട് ഒരെണ്ണം കൂടെ. ഇതെന്താന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാവേ. ഇതെന്താന്ന് നോക്കാം നമുക്ക്. ഹായ്, അയ്യേ ഇതെന്തുവാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൗരി. ഇതിനകത്ത് ഒന്നും ഇല്ല ഗൗരി, നമ്മളെ പറ്റിച്ചു. ശിവ, ഐ തിങ്ക് ഇതാണ് എറേസർ എന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ മായ്ക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നോക്കേ. ശരി, അപ്പൊ ഇത് ഫുൾ എറേസർ ആണോ? അതെ, ഇത് ഫുൾ എറേസറാ. അപ്പൊ ഇതെന്താന്ന് നോക്കിക്കേ. ഇതെന്തുവാ? ഇതിനകത്ത് കുറെ ഐറ്റംസ്. അയ്യോ, ഇപ്പൊ പോയനല്ല. ഇതെന്തുവാ? ഇത് പെൻസിലല്ലേ? പെൻസിലോ? നമ്മൾ എഴുതുന്ന പെൻസില്. മൊന, പെൻസിലിന്റെ മൊന. ഇത് പെൻസിലിന്റെ മോന. അപ്പൊ ഇത് ഏതോ ഒരെണ്ണത്തിൽ നമുക്ക് ഈ പെൻസിലിന്റെ മോന മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം ശിവ. ഇതായിരിക്കും ചിലപ്പോ. നമുക്ക് ഇതൊന്ന് നോക്കാം. ലെറ്റ്സ് ഓപ്പൺ. ഇവിടെയാണോ? നോക്കട്ടെ. ഇത് തന്നെ ഗൗരി. പക്ഷെ നമ്മൾ ഇത് എങ്ങനെ എഴുതുക? അത് നമ്മളിങ്ങനെ കറക്കണം. ഇവിടെ കണ്ടോ, ഒരു പേനയുടെ ഒരു മൊന പോലെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മൊന മാറ്റണമെങ്കിൽ ഇത് ഊരണം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പുറത്തെടുക്കാം. നമുക്ക് ഇതുപോലെ പുറത്തെടുക്കാൻ പറ്റൂലേ? അതെ, ഇത് തീരുമ്പോ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഒരു മൊന ഇറക്കി കൊടുക്കണം. അതാണ് ഇത് സൂപ്പർ ശിവ. അതാ ഞാൻ പറഞ്ഞ നല്ല രസമുണ്ടല്ലേ ഗൗരി? അതെ, പക്ഷെ ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യാ? അതിവിടെ കണ്ട ഇങ്ങനെ നിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കറക്കി 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 കൊടുക്കുമ്പോ ഇങ്ങനെ മൊന ഇങ്ങനെ പൊങ്ങി വരും. ദേ കണ്ടോ? ഇപ്പൊ ഞാൻ കണ്ട് ഇത് കൊള്ളാല്ലേ? രസമുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ശിവ? നമുക്കൊന്ന് എഴുതി നോക്കാം. ഹായ്, അടിപൊളി പെൻസിൽ കേട്ടാ. ഇത് സൂപ്പർ. ഇതുപോലൊരു പെൻസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗൗരി. ഞാനും ശിവ. സൂപ്പർ പെൻസില്. പേന പോലത്തെ പെൻസിലല്ലേ? അതെ, ഇതുപോലുള്ള പെൻസിൽ ആരെ കയ്യിലും ഇല്ലായിരിക്കും. നമ്മുടെ കയ്യിലാണെന്ന് തോന്നുന്നു ഇതണക്കത്തേക്ക് പെൻസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ക്യാരറ്റ് പെൻസിൽ കിട്ടി. ഇത് പെൻസിലിനകത്തിടുന്ന അത് തീരുമ്പോ ഇടാനുള്ള ഐറ്റം. ഇതെന്താന്ന് നോക്ക് ശിവ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നുന്നത്. ഇതെന്തുവാ സാധനം? ഇത് ഷാർപ്പിനർ. ഇതേണ്ട നമ്മുടെ ഷാർപ്പനർ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് പെൻസിൽ കയറ്റി മൊന ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും സൂപ്പർ ഏട്ടാ. ഇത് എറേസർ. സൂപ്പർ അല്ലേ? രണ്ടും കൂടെ ഒരേ കണക്കത്തെ ക്യാരറ്റ് പോലത്തെ ഷേപ്പില്. നല്ല രസമുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാവേ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള 2 ആപ്പിൾസ്. ഇത് ആപ്പിൾ അല്ല ശിവ, ഇത് എറേസറാ. ഇത് കൂടുതൽ എറേസർ ആട്ടോ, ക്യാരറ്റ് ഷേപ്പിലെ എറേസർ. പിന്നെ ഉള്ളത് ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാരറ്റ് ഷേപ്പിലുള്ള ബോക്സ്. നമുക്ക് പെൻസിലും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാം. എറേസർ ഇടാം. ഇതെന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഗൈസ്. എനിക്ക് മനസ്സിലായില്ല ഗൗരി. ഇങ്ങനെ ഇട്ടിട്ട് ബോക്സിൽ ഇങ്ങനെ അടച്ചു വെക്കാം. ക്യൂട്ട്. പിന്നെ നമുക്ക് പെൻസിൽ ഉണ്ട് ഗൗരി. പെൻസിൽസ് 1 2 3 3 പെൻസിൽ ഉണ്ട്. 3 പെൻസിൽസ്. ഹായ്, ഇവിടുന്ന് ഇങ്ങനെ മൊന ഇടുന്ന എവിടെയാ? ഇത് ബാക്ക് സൈഡാണ്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് ഫ്രണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ മൊന ഇടാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് മൊന ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ക്യൂട്ട് പെൻസിൽസ് അല്ലേ? അതിലുണ്ട് ക്യാരറ്റ് ഷേപ്പ്. അതെ. ഇനി എന്താ ഉള്ളത്? ഇതുള്ളാലോ. ഒരു ക്യൂട്ട് ബുക്ക്. ഹായ്, ഈ ബുക്ക് സൂപ്പർ അല്ലേ ഗൗരി? അതെ ശിവ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഇതുപോലുള്ള ഈ
ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ ഗായ്സ്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞു പൈനാപ്പിളിന്റെ ഒരു കഷണം ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞു ബർഗർ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുഞ്ഞു ഷേവിംഗ് സെറ്റ് ഉണ്ട്. നമ്മുടെ അച്ഛൻ ഷേവ് ചെയ്യുന്ന ഷേവിംഗ് സെറ്റ്. അത് കൊള്ളാം, കലക്കി. നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ എഴുതി പ്രിസ്ക്രിപ്ഷൻ അതുണ്ട് നമ്മുടെ കയ്യില്. ഇതിൽ നമുക്ക് കുഞ്ഞു കറികളൊക്കെ വിളമ്പുന്ന ഒരു പ്ലേറ്റ്. പിന്നെ നമുക്കിത് ഇത് നമ്മുടെ പിന്നെ ഇതുപോലെ ജഗ് ഉണ്ട്. അത് നമുക്ക് 2 എണ്ണം ഉണ്ട്, 2 കളറിൽ. നമ്മുടെ ജ്യൂസ് ഒഴിക്കുന്ന പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അത് കൊള്ളായില്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഒരു പിങ്ക് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബുക്ക് എന്ന് വെച്ചാൽ നമ്മളത് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറുതായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത്രയും ചെറുതാണ് ഈ ബുക്ക്, കണ്ട കുഞ്ഞു നോട്ട് ബുക്ക്. ഇത്രയും ചെറിയ നോട്ട് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വിരലിന്റെ അത്രയും പോലും ഇല്ലാത്ത കുഞ്ഞു നോട്ട് ബുക്ക്. അപ്പൊ നമ്മുടെ കളക്ഷൻ നോക്കി, ഇത്രയും കളക്ഷൻ. ഇതൊരു ഒത്തിരി ഉണ്ടല്ലേ ശിവ? അതെ, ഒത്തിരി കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനിയുണ്ട് നമ്മുടെ കളക്ഷൻ. ഇതുപോലുള്ള കളക്ഷൻ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ താഴെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്താൽ ഇതുപോലുള്ള മിനിയേച്ചർ ഐറ്റം ഞങ്ങൾ ഇനിയും കാണിച്ചു തരാവേ.